Hi all, welcome to once semester 1 introduction to mechanical and civil engineering സബ്ജക്റ്റിലെ നമ്മളൊരു മൊഡ്യൂൾ 3 ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്സ് ആസ് പെർ NBC. ഇപ്പൊ നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് ബിൽഡിംഗ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Types of building according to the character of occupancy as per NBC. ഇപ്പൊ നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് ബിൽഡിംഗ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതാണ് സിലബസിലെ ഒരു ടോപ്പിക് ആണ്, ടൈപ്സ് ഓഫ് ബിൽഡിംഗ് അക്കോർഡിംഗ് ടു NBC. ഇപ്പൊ നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ബിൽഡിംഗ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ഒക്യുപ്പൻസി നമ്മൾ എങ്ങനെയാണ് ആ ഒരു ബിൽഡിംഗ് യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് അനുസരിച്ച് ആ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നാഷണൽ ബിൽഡിംഗ് കോഡ് NBC അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് ആണോ, അതോ റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആണോ, അല്ലെങ്കിൽ അത് റെസ്റ്റോറന്റ് ആണോ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അസംബ്ലി ബിൽഡിംഗ് ആണോ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണോ, മെർക്കന്റൈൽ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ബിൽഡിംഗ് ആണ്. അപ്പൊ ഓരോ പർപ്പസുകളും വേറെയാണ്. അപ്പൊ ഒക്യുപ്പൻസി അനുസരിച്ച് നമ്മൾ ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ദെയർ ഒക്യുപ്പൻസി ഹൗ ദേ ആർ യൂസ്ഡ് ആൻഡ് ഒക്യുപ്പൈഡ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അതിന്റെ ഗ്രൂപ്പ്സും ഉണ്ട്, അതിന്റെ സബ് ഗ്രൂപ്പുകളും ഉണ്ട്. ഇപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തതിൽ അതിൻ്റെ ഉള്ളിൽ പിന്നെയും സബ് ഗ്രൂപ്പുകളും വരുന്നുണ്ട്. ഇപ്പൊ 9 ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു NBC നമ്മൾ ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് A എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, ഗ്രൂപ്പ് B എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ബിൽഡിംഗ്, ഗ്രൂപ്പ് C എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ, ഗ്രൂപ്പ് D എന്ന് പറയുന്നത് അസംബ്ലി, ഗ്രൂപ്പ് E എന്ന് പറയുന്നത് ബിസിനസ് ബിൽഡിംഗ്, ഗ്രൂപ്പ് F മെർക്കന്റൈൽ, ഗ്രൂപ്പ് G എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ, ഗ്രൂപ്പ് H സ്റ്റോറേജ്, ഗ്രൂപ്പ് I എന്ന് പറയുന്നത് ഹസാർഡസ് ബിൽഡിംഗ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഇപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് താമസിക്കാനുള്ള വീടാണ്. ഇപ്പൊ നമുക്ക് സ്ലീപ്പിങ്ങിനും അതേപോലെ തന്നെ കുക്കിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന ആ ക്ലാസിഫിക്കേഷന്റെ ഉള്ളിൽ വരുന്നതാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് A എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പൊ നമുക്ക് താമസിക്കാനുള്ളത്. അപ്പൊ എനി ബിൽഡിംഗ് ഇൻ വിച്ച് ദി sleeping accommodation is provided for normal residential purpose with or without cooking or dining or both facilities. ചിലപ്പോൾ കുക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഡൈനിങ് ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ് പെടുന്നത്. അപ്പൊ ചില ബിൽഡിംഗ്സിൽ എന്താ കുക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പൊ നമ്മുടെ ഹോസ്റ്റലും കാര്യങ്ങളൊന്നും നമുക്ക് കുക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ലോഡ്ജും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ അവിടെ നമുക്ക് ഡൈനിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ചില ലോഡ്ജുകളും കാര്യങ്ങളും കുക്കിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറില്ല. 5 സ്റ്റാർ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ. അപ്പൊ സ്ലീപ്പിംഗ് ഫെസിലിറ്റീസ് മാത്രമായിട്ടുള്ള ബിൽഡിംഗ്സും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഡോർമെട്രീസും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിനെ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള ബിൽഡിംഗ്. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് A പറയുമ്പോൾ എന്താ ലോഡ്ജിങ്. ഗ്രൂപ്പ് 2 മീൻസ് ആ ഒരു A-ന്റെ ഉള്ളിൽ തന്നെ A1, A2, A3 ആൻഡ് A6 വരെ ഉണ്ട്. അപ്പൊ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റൂമിലുള്ളത്, അതായത് ലോഡ്ജ്, താമസിക്കാനുള്ള സ്ലീപ്പിംഗ് ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളത്. 2 വരുന്നത് എന്താ 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിംഗ്, അപ്പോൾ 1-2 ഫാമിലീസിന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ 3 എന്ന് പറയുന്നത് ഡോർമെട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിടക്കാൻ വേണ്ടി മാത്രമുള്ള, ഇപ്പൊ ഹോസ്റ്റൽ ഫെസിലിറ്റീസിലൊക്കെ ഡോർമെട്രീസ് എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് കിടക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങൾ. ഇനി അപ്പാർട്ട്മെന്റ് ഹൗസസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ്, പിന്നെ ഹോട്ടൽസ്, പിന്നെ സ്റ്റാർഡ് ഹോട്ടൽസ്. അപ്പൊ ചിലതിൽ കുക്കിംഗ് ഫെസിലിറ്റീസും ചിലതിൽ ഡൈനിങ്ങും, രണ്ടും കുക്കിങ്ങും ഡൈനിങ്ങും അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കാം. ഇനി ഗ്രൂപ്പ് B എന്ന് പറയുന്നത് എന്താ എഡ്യൂക്കേഷൻ ബിൽഡിംഗ്. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങുകളെല്ലാം ഗ്രൂപ്പ് ബിയിലാണ് പെടുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷൻ പർപ്പസിന് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സ്കൂൾസ്, കോളേജസ്, പിന്നെ അതേപോലെ തന്നെ ചെറിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പൊ അതേപോലെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. അപ്പൊ നമ്മൾ ഒക്യുപ്പൻസി അനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു, നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ അല്ലെങ്കിൽ കുക്കിംഗ് ഡൈനിങ് ഫെസിലിറ്റി അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സെക്കൻഡ് എന്താ എഡ്യൂക്കേഷൻ ബിൽഡിംഗ്. അപ്പൊ എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ടുള്ള ബിൽഡിങ്സ്. അപ്പൊ അതിന്റെ തന്നെ B1, B2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ B1 എന്ന് പറയുമ്പോൾ സ്കൂൾസ് അപ് ടു സീനിയർ സെക്കൻഡറി ലെവല്. B2 എന്ന് പറയുമ്പോൾ എന്താ ബാക്കി എല്ലാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ കോളേജസ്, പിന്നെ അതേപോലെ യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ B2 സബ് ഗ്രൂപ്പിലാണ് പെടുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങുകൾ, കുട്ടികൾക്കല്ല കോളേജ് ലെവൽ ആയാലും ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, സ്കൂൾസ്, കോളേജസ്, അതൊക്കെ ഗ്രൂപ്പ് ബിയിലാണ് പെടുന്നത്.
നെക്സ്റ്റ് ഗ്രൂപ്പ് സി. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസ്, ഓർഫനേജസ്, ഇപ്പൊ ഏജ് ആയിട്ടുള്ളവർ താമസിപ്പിക്കുന്ന ബിൽഡിങ്സ്, പിന്നെ അതേപോലെ ജയില്, പിന്നെ അതേപോലെ മെന്റൽ ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെ താമസിപ്പിക്കുന്ന, അവരെ ഹോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങളെയൊക്കെ നമ്മൾ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. അപ്പൊ മെഡിക്കൽ അല്ലെങ്കിൽ കെയർ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ദേ ഓർഡിനറിലി പ്രൊവൈഡിങ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ ദി ഒക്യുപ്പൻസ്. അപ്പൊ അവിടെ താമസിക്കുന്ന ഒക്യുപ്പൻസിന് ആൾക്കാർക്ക് സ്ലീപ്പിംഗും അതേപോലെയുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ സബ് ഗ്രൂപ്പ്സ് എന്താണ്? ഹോസ്പിറ്റൽസ്, സാനറ്റോറിയംസ്, പിന്നെ അതേപോലെ കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പൊ അത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങൾ. പാനൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജയില്, പ്രിസൺസ്, മെന്റൽ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെയൊക്കെ അവരെ കുറച്ചും കൂടെ റെഗുലേറ്റ് ചെയ്തിട്ടായിരിക്കും, അവരുടെ ഇപ്പൊ നടക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആയിരിക്കും. ആ ഒരു ഏരിയയിൽ മാത്രമാണ് മൂവ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അതായത് ജയിലിലായാലും മെന്റൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും അവരുടെ മൂവ്മെന്റ് റെഗുലേറ്റഡ് ആയിരിക്കും. എന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ ദി ഒക്യുപ്പൻസ്, അങ്ങനെയുള്ള പർപ്പസുകൾക്കുള്ള ആൾക്കാരെ കെയറിങ്ങിന് വേണ്ടിയിട്ടും ഹെൽത്ത് പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ ഹോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിൽ പെടുത്തുന്നത്. ഗ്രൂപ്പ് സി. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ. അതായത് സിനിമ തിയേറ്റേഴ്സ്, പിന്നെ അതേപോലെ തന്നെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻസ്, പിന്നെ അതേപോലെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ. ഓക്കെ. അപ്പൊ ഗാദറിംഗ് ഓഫ് പീപ്പിൾസ് ഫോർ അമ്യൂസ്മെന്റ്, ഇപ്പൊ അമ്യൂസ്മെന്റ് പർപ്പസിനായാലും റിക്രിയേഷനാണെങ്കിലും, ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ചർച്ചസ്, ടെമ്പിൾസ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള പർപ്പസിനാണെങ്കിലും അമ്യൂസ്മെന്റിനായിട്ടും, ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പോ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പോ റെയിൽവേ സ്റ്റേഷൻസ്, പിന്നെ അതേപോലെയുള്ള ഇപ്പൊ എയർപോർട്ട് കാര്യങ്ങളൊക്കെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗാദറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡി അസംബ്ലി ബിൽഡിംഗിൽ പെടുത്തുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? D1 എന്ന് പറയുമ്പോൾ തിയേറ്റേഴ്സ് ആണ്. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് D2 വരുന്നത് എക്സിബിഷൻ ഹാൾസ് ആണ്. D3 എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയംസ്. ഗ്രൂപ്പ് D4 വരുന്നത് റെസ്റ്റോറന്റ്, പിന്നെ അതേപോലെ തന്നെ വർഷിപ്പിനുള്ള പ്ലേസസ്. അതേപോലെ D5 എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് ടെർമിനൽസ്, ഇപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ സബ് ഗ്രൂപ്പുകൾ വരുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഇ, ബിസിനസ് ബിൽഡിംഗ്. ബിസിനസ് ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഇപ്പോ ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഓഫീസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ, അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒക്യുപ്പൻസി, അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് മൊത്തം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഇ ബിസിനസ് ബിൽഡിങ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ഫോർ ദി കീപ്പിംഗ് ഓഫ് റെക്കോർഡ്, അതേപോലെ നമ്മുടെ സർവീസ് കൊടുക്കുന്നത്, സർവീസ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, ഓഫീസുകൾ കാര്യങ്ങളൊക്കെ പെടുന്നത് ബിസിനസ് ബിൽഡിങ്ങിലാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഓഫീസസ്, ബാങ്ക്, പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇപ്പൊ ആർക്കിടെക്ട്സിന്റെ, എഞ്ചിനീയേഴ്സിന്റെ, ഡോക്ടേഴ്സിന്റെ, ലോയേഴ്സിന്റെ, അവരുടെയൊക്കെ ഓഫീസുകൾ കാര്യങ്ങളൊക്കെ, അതായത് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ, സർവീസ് കൊടുക്കുന്ന, പൈസയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഗ്രൂപ്പ് ഇ ബിസിനസ് ബിൽഡിങ്സ് പറയുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് എഫ്, മെർക്കൻഡൈൽ ബിൽഡിംഗ്. മെർക്കൻഡൈൽ ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷോപ്പ്, സ്റ്റോഴ്സ്, മാർക്കറ്റ്സ്, അങ്ങനെയുള്ള പർപ്പസിന്, അതായത് നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഒപ്പം സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ് നമ്മൾ ഗ്രൂപ്പ് എഫ് മെർക്കൻഡൈൽ ബിൽഡിങ്സിൽ പെടുത്തുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഷോപ്സ്, സ്റ്റോഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, മാർക്കറ്റ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഈ ഒരു മെർക്കൻഡൈൽ ബിൽഡിങ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ജി, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്ക്, അതായത് നമ്മുടെ ഇപ്പോൾ മാനുഫാക്ചറിങ്, പിന്നെ അതേപോലെ ഓരോന്നിന്റെ ഇപ്പൊ പാർട്സും കാര്യങ്ങളൊക്കെ, മീൻസ് ഇപ്പൊ കാറിന്റെ ആണെങ്കിൽ ഇപ്പൊ കാറിന്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ കൂടെ ഫിക്സ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയുള്ള മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ അതിന്റെയൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആയിട്ട് ഒരെണ്ണം മാനുഫാക്ചർ ചെയ്യാനോ, അല്ലെങ്കിൽ അതിന്റെ മീൻസ് അസംബിൾ ചെയ്യാനോ, പ്രോസസ് ചെയ്യാനോ, അല്ലെങ്കിൽ അത് ഫാബ്രിക്കേറ്റ് ചെയ്യാനോ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എനി ബിൽഡിംഗ് പ്രൊഡക്ട്സ് ഓർ മെറ്റീരിയൽസ് ഓഫ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് ഫാബ്രിക്കേറ്റഡ്, അസംബിൾഡ്, മാനുഫാക്ചർഡ് ഓർ പ്രോസസ്ഡ്. ഇപ്പൊ കാറിന്റെ ആണെങ്കിലും അപ്പൊ അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ കൂടെ മീൻസ് അതിനൊക്കെ കൂടെ അസംബിൾ ചെയ്തിട്ട് നമ്മൾ കാറിനെ പുറത്തേക്ക് ഇറക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇപ്പൊ സ്റ്റീലിന്റെ ആണെങ്കിലും ചെറിയ ചെറിയ മാനുഫാക്ചറിങ് കമ്പനീസ്, ഇനി അതേപോലെ എന്തിന്റെ ആണെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി, ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മളൊരു മാനുഫാക്ചറിങ് പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് സ്റ്റോറേജ് ബിൽഡിംഗ്. സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന്റെ ആണെങ്കിലും സ്റ്റോറേജ്, ഇപ്പൊ സ്റ്റോറേജ് ഓർ ഷെൽട്ടറിംഗ് ഓഫ്
ഗുഡ്സ്, ഇപ്പൊ സാധനങ്ങളാണെങ്കിലും വെയർ ആണെങ്കിലും മെർച്ചൻഡൈസ്, വെഹിക്കിൾസ്, എനിമൽസ്, അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനും സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇപ്പൊ സ്റ്റോർ ചെയ്യുന്നതിന് ഇപ്പോൾ കോൾഡ് സ്റ്റോറേജ് ആണെങ്കിലും, ഇപ്പോൾ കോൾഡ് സ്റ്റോറേജ് നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഒരു ലോ ടെമ്പറേച്ചറിൽ നമ്മൾ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കോൾഡ് സ്റ്റോറേജ് ആണെങ്കിലും, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഗാരേജസ്, പിന്നെ മറൈൻ ടെർമിനൽസ്, ഇപ്പൊ ഹാങ്ങേഴ്സ്, ഇപ്പൊ എയർപോർട്ട് മീൻസ് പ്ലെയിനിന് ഇതിനൊക്കെ ഹാങ്ങേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ഗ്രെയിൻ എലിവേറ്റേഴ്സ്, ബാൺസ്, സ്റ്റേബിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കുതിരേനും അതേപോലെ ഇതിനൊക്കെ കെട്ടുന്ന സ്ഥലങ്ങൾ. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് സ്റ്റോറേജ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഐ, ഹസാഡസ് ബിൽഡിംഗ്. ഹസാഡസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പോൾ കെമിക്കൽസ്, പിന്നെ അതേപോലെ പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യാൻ ചാൻസസ് ഉള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്, പിന്നെ അതേപോലെ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, പിന്നെ കൊറോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അപ്പൊ അതൊക്കെ കൂടിയിട്ടുള്ള അങ്ങനത്തെ ഇതിന്റെ മാനുഫാക്ചറിങ്ങും അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന ആ ഇൻഡസ്ട്രി മീൻസ് ആ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഹസാഡസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചും കൂടെ കെയർ അല്ലെങ്കിൽ ആ ഒരു കുറച്ചും കൂടെ കെയറിങ് കൊടുക്കേണ്ട ഒരു ബിൽഡിംഗ് ആണ്. അതായത് പെട്ടെന്ന് അതിലേക്ക് എക്സ്പ്ലോസീവും കാര്യങ്ങളൊക്കെ വരേണ്ട കാരണം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ബിൽഡിങ്സിനെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ സ്റ്റോറേജ്, ഹാൻഡ്ലിങ് ആൻഡ് മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസിങ് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ ഹൈലി കമ്പസ്റ്റബിൾ ആയിട്ടോ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളതോ അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസിന്റെ മാനുഫാക്ചറിങ്ങും അതിന്റെ പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബിൽഡിംഗ് ആണ് ഹസാഡസ് ബിൽഡിംഗ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ LPGയുടെ ആണെങ്കിലോ അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ടാക്കുന്നതോ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് എക്സ്പ്ലോഷൻ സംഭവിക്കാൻ ചാൻസസ് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാനുഫാക്ചറിങ്ങും പ്രോസസിങ്ങും ഒക്കെ നടക്കുന്ന ഇൻഡസ്ട്രീസ് നമ്മൾ ഹസാഡസ് ബിൽഡിങ്സിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആണ് അക്കോർഡിംഗ് ടു NBC നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് എങ്ങനെയാണ് ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഒരു 9 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് തൊട്ട് ആ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം. ഗ്രൂപ്പ് A റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് B എഡ്യൂക്കേഷൻ ബിൽഡിംഗ്. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുക. ജസ്റ്റ് ഗ്രൂപ്പ് A എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ, നമ്മൾ വീട് വെച്ച് ആലോചിക്കുക. ഗ്രൂപ്പ് B എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ബിൽഡിംഗ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. ആ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബിൽഡിംഗ് ആണ്. നെക്സ്റ്റ് സെക്ഷനിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.